കടപ്പയിലേക്ക് അടുക്കാറായിട്ടുണ്ട്. അപ്പോൾ മലനിരകളുടെയൊക്കെ സമീപത്തുകൂടെ കാടിൻ്റെ നടുവിലൂടെ ചവിട്ടി ഒരു സൈഡ് കാടാണ്, ഈ സൈഡ് മൊത്തം കാടാണ്. ഇതിൻ്റെ അപ്പുറമാണ് കടപ്പ. ഒരു 10 കിലോമീറ്റർ കൂടിയുണ്ട്. അപ്പോൾ നമ്മളിവിടെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് ഉച്ചഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് വെച്ചു. കുഞ്ഞിക്ക് ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് കയറ്റി കിടത്തിയതാണ്. ഇനിയിപ്പം ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചു, എഡിറ്റിങ്ങൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പം ഇവിടുന്ന് കടപ്പയിലേക്ക് പോയി അവിടെ എവിടെയെങ്കിലും ഒരു അമ്പലത്തിലോ കടത്തിണ്ണയിലോ ഇന്ന് റെസ്റ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഏതായാലും നമുക്ക് ആന്ധ്രയിൽ നല്ല സപ്പോർട്ടാണ് കിട്ടുന്നത്. അതുതന്നെ വലിയൊരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ യാത്ര, കേരള ടു കാശ്മീർ യാത്ര തുടരുകയാണ്. അപ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്ന എല്ലാവർക്കും നന്ദി മാത്രമേ പറയാനുള്ളൂ. കാരണം എല്ലാവരുടെയും സപ്പോർട്ടോടുകൂടിയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ചെറിയ ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മുടെ യാത്രയിൽ ഉണ്ടാകുന്നുണ്ടെങ്കിലും അതൊന്നും കാര്യമാക്കാതെയുള്ള യാത്രയായതിനാൽ നമ്മൾ വളരെയധികം സന്തോഷത്തോടെയാണ് യാത്ര ചെയ്യുന്നത്. കുഞ്ഞിയാണേലും ഇന്നലെ രാത്രി ഒരുപാട് പിള്ളേരുടെ കൂടെ ഓടിക്കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതും അവർക്ക് സന്തോഷം നൽകുന്നുണ്ട്. പല സംസ്ഥാനങ്ങളിലെ ഭാഷ അറിയാത്ത സംസ്ഥാനങ്ങളിലെ ആളുകളുമായിട്ട് ഓടിക്കളിക്കുന്ന കുഞ്ഞിനെയാണ് ഇന്നലെ കണ്ടത്. രാത്രി ആയതുകൊണ്ടാണ് വീഡിയോ എടുക്കാഞ്ഞത്. രാത്രി മുഴുവൻ അവൾ ഓടിക്കളിയായിരുന്നു, ഒരു 10-10:30 വരെ. അത് കഴിഞ്ഞിട്ട് ആണ് വന്നത്. പിള്ളേരുടെ കൂടെ ഓടിക്കളിക്കുകയും അവർ ബോൾ എറിഞ്ഞു കൊടുക്കുമ്പോൾ അതെടുക്കാൻ പോക്കൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്നലത്തെ രാത്രിയിലെ വിശ്രമമൊക്കെ കഴിഞ്ഞ് നമ്മൾ രാവിലെ പുറപ്പെട്ട് ഈ കാട്ടിലൂടെയാണ് വരുന്നത്. ഇവിടെ മിക്ക ഹൈവേകളിലും ഒരു ഭാഗം കാടായിരിക്കും. അപ്പോൾ എല്ലായിടത്തും ബോർഡുകൾ വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇവിടുത്തെ പോലെ നിബിഡ വനങ്ങളല്ലാത്തതുകൊണ്ട് മൃഗങ്ങളൊക്കെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ ഹൈവേ ആണ്, എപ്പോഴും വണ്ടികൾ ഇങ്ങനെ തുരുതുരാ വന്നുകൊണ്ടിരിക്കും. അതുതന്നെയാണ് നമ്മുടെ വിജയവും. ഇനി കയറുന്ന കാട് നമുക്ക് ഒരു ചെറിയ പ്രശ്നങ്ങളുള്ള കാടാണ്. കാരണം ചീറ്റപ്പുലി ധാരാളമുള്ള ഒരു കാടാണ്. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം എന്നാണ് പറഞ്ഞത്. ഇവിടുന്നൊരു 100 കിലോമീറ്റർ പോയിട്ടാണ് കാട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ യാത്ര തുടരുകയാണ്.